ബംഗ്ലാദേശിൽ രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള ശ്രീരാമ വിഗ്രഹത്തിന്റെ നിർമ്മാണം തടഞ്ഞതിനെതിരെ VHP രംഗത്ത് വന്നു. ബംഗ്ലാദേശ് ഭരണകൂടം ജിഹാദികളുടെ നിയന്ത്രണത്തിൽ നിന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആരോപിക്കുകയാണ്. ഇസ്ലാമിക സംഘടനകളുടെ പ്രതിഷേധം കണക്കിലെടുത്താണ് ബംഗ്ലാദേശ് സർക്കാർ ഈ വിഗ്രഹ നിർമ്മാണം തന്നെ തടഞ്ഞത്. വിവരങ്ങളുമായി ആദർശ് ചേരുന്നുണ്ട്. ആദർശ്, ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു രാഷ്ട്രത്തെ എങ്ങനെയാണ് വർഗീയവാദത്തിലേക്കും പിന്നീട് ഭീകരവാദത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ളതിന് ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ അവിടെ ഹൈന്ദവ വിശ്വാസത്തിന്, അവിടെ വലിയ രീതിയിൽ ഹിന്ദു വിശ്വാസികളുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസവുമായി ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്, അല്ലേ? തീർച്ചയായും പ്രജിത്ത്, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് അവരുടെ ആരാധനാക്രമമായി, അവരുടെ ആരാധനാലയങ്ങളുമായി, അവരുടെ ജീവിത രീതിയുമായൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നാണ് ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെ ഒരു ക്ഷേത്രത്തിൽ ശ്രീരാമൻ്റെ വലിയ ഒരു വിഗ്രഹം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയുമായിരുന്നു. അത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ശ്രീരാമ വിഗ്രഹം എന്ന നിലയ്ക്കാണ് നിർമ്മിച്ചത്. എന്നാൽ അവിടെ ചില ജിഹാദി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉയരുകയായിരുന്നു. അവർ അവിടെ പ്രതിഷേധ മാർച്ചടക്കം സംഘടിപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് പ്രാദേശിക ഭരണകൂടവും ബംഗ്ലാദേശ് സർക്കാരും ഈ രാമൻ്റെ വിഗ്രഹം നിർമ്മിക്കുന്നത് നിർത്തിവെക്കണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്തായാലും ഈ ക്ഷേത്ര കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു അവസ്ഥയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്ഷേത്ര കമ്മിറ്റി ഈ രാമവിഗ്രഹത്തിൻ്റെ പണിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിൻ്റെ അനാച്ഛാദനം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കമുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇതിനെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ബംഗ്ലാദേശിൻ്റെ നടപടി എന്ന് പറയുന്നത് അവിടുത്തെ ഭരണത്തെ നിയന്ത്രിക്കുന്ന ജിഹാദികളുടെ തീരുമാനമായി മാറിയിരിക്കുന്നുവെന്നും ലോകത്തിനാകെ മാതൃകയാണ് ശ്രീരാമനെന്നും അങ്ങനെയുള്ള ശ്രീരാമൻ്റെ വിഗ്രഹം സ്ഥാപിക്കുന്നതിൽ ബംഗ്ലാദേശിന് എന്ത് വിരോധമാണുള്ളതെന്നും ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ അസഹിഷ്ണുതയാണ് ഇതിൽ നിന്ന് പ്രകടമാകുന്നതെന്നുമാണ് വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നത്. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഉയർത്തുന്നുണ്ട്. അവർ പറയുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ ഹൈന്ദവ സമൂഹം വലിയ വെല്ലുവിളി നേരിടുകയാണ്. ഹൈന്ദവ സഹോദരങ്ങളെ ആക്രമിക്കുന്നു, ഒപ്പം തന്നെ ആരാധനാലയങ്ങൾ തകർക്കുന്നു. ഇപ്പോഴിതാ ഈ ശ്രീരാമൻ്റെ വിഗ്രഹം നിർമ്മിക്കുന്നതും ബംഗ്ലാദേശ് ഭരണകൂടം തടഞ്ഞിരിക്കുന്നു. ബംഗ്ലാദേശ് ഭരണകൂടം ജിഹാദി സംഘങ്ങളുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടുന്നു. പ്രജിത്ത്. ഓക്കെ ആദർശ്, എന്തായാലും പ്രേക്ഷകരെ, ഒരു രാജ്യം എങ്ങനെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലാകുമ്പോൾ അവിടെയുള്ള മറ്റ് ഇതര വിഭാഗങ്ങൾക്കെതിരെ വംശഹത്യയും അതുപോലെ തന്നെയുള്ള വിശ്വാസാവകാശ ധ്വംസനവും ഒക്കെ കാണിക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബംഗ്ലാദേശ്.